ഇന്ന് നമ്മളോടൊപ്പം ചേരുന്ന സാറ് കുറച്ച് വ്യത്യസ്തനാണ്, ജോലിയിൽ വ്യത്യസ്തനാണ്. നമുക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടാം. സാർ ഒന്ന് പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് ബ്രദർ ജൂഡി, ഒഫീഷ്യൽ നെയിം ഹർണോൾഡ് സി. ഞാൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഡിഫൻസിൽ ആസാം റൈഫിൾസ് സിഗ്നൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ ബൈബിൾ എഴുതാൻ തുടങ്ങിയ കാരണമെന്ന് പറയുന്നത്, ഞാൻ ഒത്തിരി രോഗപീഠകളിലൂടെയൊക്കെ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് 2024 ഫെബ്രുവരി 1 തീയതി ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പ്രേരണ കിട്ടുകയും 2 തീയതി തന്നെ ബൈബിള് എഴുതാനുള്ള തീരുമാനത്തിൽ ബൈബിൾ എഴുതി തുടങ്ങി. ആ എഴുതുന്ന അവസരങ്ങളിലൊക്കെ ഞാൻ ഒത്തിരിയും രോഗത്തിൻ്റെ കഠിനതയിൽ ഒത്തിരി വേദനയിലായിരുന്നു. എന്നെ പലപ്പോഴും എൻ്റെ സഹപ്രവർത്തകർ ഹൈന്ദവ സഹോദരങ്ങളാണ്. അവർ പല സംസ്ഥാനങ്ങളിലുള്ളവർ. അവർ എന്നെ ആംബുലൻസിൽ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഞാൻ അവിടെ അങ്ങനെ 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവിടെ അഡ്മിറ്റ് ആകുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിൽ പോലും എനിക്ക് കർത്താവിൽ നിന്ന് കിട്ടിയ ആ ഒരു പ്രേരണ, ഞാനത് തീർച്ചയായും അത് എന്നോട് സംസാരിച്ച ദൈവത്തിൻ്റെ വലിയ ശക്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങി. ബൈബിൾ എഴുതുന്ന ആദ്യ അവസരത്തിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ അവസരത്തിൽ ഞാൻ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഏതാണ്ട് 12 പേജ് വരെ കിടക്കയിൽ ഇരുന്നും കിടന്നുമായി ഞാൻ എഴുതുമായിരുന്നു. 12 പേജ് എഴുതുമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ബൈബിൾ എഴുതി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ അറിയാതെ പോലും എന്നിൽ നിന്ന് ഈ രോഗം വിട്ടുമാറുകയായിരുന്നു. അങ്ങനെ രോഗം വിട്ടുമാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ എൻ്റെ സഹപ്രവർത്തകരിൽ ഒരു സാക്ഷ്യമായി മാറാൻ ഞാൻ ഇടയായി. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഹർണോൾഡിന് ബൈബിൾ എഴുതുന്നതിന് മുമ്പ് ഇത്രമാത്രം രോഗപീഠകളിലൂടെ കടന്നു പോവുകയും ഞങ്ങളെല്ലാവരും നിന്നെ ആംബുലൻസിൽ മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അഡ്മിറ്റ് ആക്കുകയും ഇതൊരു ജോലിയായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ നീ ഇപ്പോൾ ബൈബിൾ എഴുതുന്നതുകൊണ്ട് നീ വിശ്വസിക്കുന്ന നിൻ്റെ യേശുദേവൻ നിനക്ക് സൗഖ്യം നൽകിയതാണെന്ന് അവർ സാക്ഷ്യപ്പെടുത്താനിടയായി. അതിന് ഞാൻ ആദ്യമായി ദൈവത്തിനെ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുന്നു. ഞാനിപ്പോൾ സർവീസിൽ കയറിയിട്ട് 30 വർഷം കംപ്ലീറ്റായി. ഞാനിപ്പോൾ ജമ്മു കാശ്മീരിലാണ് വർക്ക് ചെയ്യുന്നത്. വയർലെസ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഒപ്പം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ഒരു 8.5 വർഷം കൊണ്ട് ഒരു മിനിസ്ട്രി എനിക്ക് സ്വന്തമായിട്ടുണ്ട്. പ്രഭാത പ്രാർത്ഥന ഗ്രൂപ്പ് എന്ന ഒരു മിനിസ്ട്രി. അതിൽ 3 പിതാക്കന്മാർ, അഭിവന്യ ജോഷുവാമാർ ഇഗ്നാത്യാസ് പിതാവ്, പൊന്നുമുത്തൻ പിതാവ്, പോൾ മുല്ലശ്ശേരി പിതാവ് തുടങ്ങിയ പിതാക്കന്മാർ അടങ്ങിയ 25ഓളം വൈദികരും സിസ്റ്റേഴ്സും അടങ്ങിയ ഒരു മിനിസ്ട്രിയുടെ കൂട്ടായ്മ ഇങ്ങനെ കൊണ്ടു നടക്കാനായിട്ട് 8.5 വർഷം കൊണ്ട് കർത്താവ് ഇടയാക്കി. അത് ഇന്നും പൂർവാധികം ശക്തമായ രീതിയിൽ നടന്നു പോകുന്നു. ഞാൻ ഈ ബൈബിൾ എഴുതിയതിന് ശേഷം എൻ്റെ വീട്ടിലും എൻ്റെ ഇടവകയിലും തന്നെ ഒരു വലിയ പ്രേരണ ഉണ്ടാകുകയും എൻ്റെ ബൈബിൾ എഴുതിയതിന് ശേഷം ഇതേ തുടർന്ന് ഞങ്ങളുടെ ഇടവകയിൽ ധാരാളം അമ്മമാരും സഹോദരങ്ങളൊക്കെ ബൈബിൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയൊരു പ്രേരണയായി ഞാൻ മാറിയതിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വചനം പകരാനും അത് പങ്കുവയ്ക്കാനും ഒക്കെ നമ്മൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് സാറ്. സാറിന് എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു.